ഉള്ള ഇതാണ് നമ്മളുടെ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. പക്ഷെ ചെറിയൊരു ഗ്രന്ഥിയാണെങ്കിലും ഇത് നമ്മളുടെ ശരീരത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഒട്ടനവധിയാണ്. നമ്മളുടെ ശരീരത്തിലെ താപനില നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ്, നമ്മളുടെ വണ്ണം ഒക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്, കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ്. ഇപ്പൊ സ്ത്രീകളിലാണെങ്കിൽ പീരിയഡ്സ് മാസമുറയൊക്കെ കൃത്യമാക്കി കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ഗ്രന്ഥി കൂടിയാണ് നമ്മളുടെ തൈറോയിഡ് എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ കൃത്യമാക്കി കൊണ്ടുപോകാൻ, മസിൽസിന്റെ സ്ട്രെങ്തിനെ വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് നമ്മളുടെ തൈറോയിഡ് എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥിന്റെ പ്രവർത്തനം കൃത്യമാക്കി കൊണ്ടുപോകേണ്ടേ നമ്മള്? യെസ്. അപ്പം സ്ത്രീകൾക്കാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഈ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പം അതാണെങ്കിലും നമ്മൾ ഇങ്ങനെ മുടി കൊഴിച്ചിലുണ്ടാവുക, അമിതവണ്ണം ഉണ്ടാവുക, അപ്പോഴൊക്കെയാണ് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഡോക്ടർ, ഞാൻ BAMS പഠിക്കുന്ന സമയത്ത് ഡോക്ടർ ആൾക്ക് എന്ത് രോഗമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഡോക്ടർ മുടി കൊഴിച്ചില്ല എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ ഡോക്ടർ എന്തായി കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോഴും ഡോക്ടർ ആദ്യം പറയും ആദ്യം പോയി തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം. ഏതൊരാൾക്കും ഈ ഡോക്ടർ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഡോക്ടർ ഫസ്റ്റ് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യും. വെറുതെ തൈറോയിഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് കാശ് കളിപ്പിക്കാനായിട്ട് ഈ ഡോക്ടർ മുടി കൊഴിച്ചില്ല, അമിതവണ്ണം, പീരിയഡ്സ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ പറയും. അതുപോലെ ചിലവർക്ക് ഇപ്പം നമുക്ക് അത്യാവശ്യം ഫാൻ ഉണ്ട് അല്ലെ, കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇതിൽ ഇരിക്കുമ്പോഴും ഭയങ്കര സ്വെറ്റിങ്, വിയർക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ചെറിയൊരു കാറ്റടിക്കുമ്പോഴത്തേക്കും ഭയങ്കര കുളിര് കൊണ്ട് ഇങ്ങനെ വിറയ്ക്കുന്ന ആൾക്കാര്, ഇവരൊക്കെ വരുമ്പോൾ ഡോക്ടർ ആദ്യം തൈറോയിഡ് ടെസ്റ്റിന് പറയായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഈ ഡോക്ടർ ഇപ്പൊ എനിക്ക് തന്നെ ഡോക്ടറെ മുടി കൊഴിച്ചില്ലെന്ന് പറയാൻ പേടിയായിരുന്നു. കാരണം അപ്പം പോയി തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ ഈ ഡോക്ടർ പറഞ്ഞു. പിന്നീട് നമ്മൾ പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ആ ഡോക്ടർ എന്തുകൊണ്ടാണ് തൈറോയിഡിന് എഴുതിയിരുന്നത്. കാരണം ഫസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ കാരണങ്ങളുടെ ഒക്കെ ഒരു മൂലസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡിനെ അഫക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലാണ്, T3, T4, TSH നോർമൽ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായിട്ടില്ല. അതേസമയം മുടി കൊഴിച്ചില്ല, മുടിക്ക് തേക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള എണ്ണയുണ്ട്, ആയുർവേദത്തിൽ, അതൊക്കെ തേച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അമിതവണ്ണം ഒരുപാടുണ്ട്, ആ ആളോട് നമ്മൾ മെൽറ്റ് ഫാറ്റ് കഴിച്ചാൽ മതി, വണ്ണം ഒക്കെ നന്നായിട്ട് കുറഞ്ഞു വരും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് എന്താണ്? തൈറോയിഡിന്റെ ആണ്. അതേപോലെ തന്നെ ഇപ്പൊ മെൻസ്ട്രൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാസമുറപ്പം 28-30 ദിവസത്തെ ആ ഗ്യാപ്പിലാണ്, 35 ദിവസത്തെ ഗ്യാപ്പിലാണ് വരേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ആർത്തവ ചക്രമെങ്കിൽ. എന്നാൽ 2-3 മാസമായിട്ട് വരാതിരിക്കുന്ന ആൾക്കാർ, അവർക്ക് നമ്മൾ വെറുതെ നമ്മളുടെ വിമൺ കമ്പാനിയനും സൈക്ലോവയും ഒക്കെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവിടുത്തെ ഒരു കാരണം ചിലപ്പോൾ തൈറോയിഡ് ആയിരിക്കും. അപ്പൊ അത് തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള മാറ്റം, തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള ഹൈപ്പർ ഹൈപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള 2 അവസ്ഥകളുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? തൈറോയിഡ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് പഠിച്ചു വന്നപ്പോഴാണ് ആ ഡോക്ടർ എഴുതിയത് എന്ത് കാര്യമായിരുന്നു ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസവും അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയും നമ്മൾ അല്ലെ. ഹൈപ്പർ എന്ന് പറയുമ്പോൾ ക്രമത്തിൽ അധികമായിട്ടുള്ളത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയിഡ് ഹോർമോൺസ് ക്രമത്തിൽ അധികമായിട്ടുള്ളത്. T3, T4 ഹോർമോൺസ് ആണ് തൈറോയിഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്നത്. അത് ശരീരത്തിൽ അധികമായിട്ട് ഉണ്ടാവുന്ന അവസ്ഥയാണ് നമ്മുടെ ഹൈപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തൈറോയിഡ് ഉത്പാദിപ്പിക്കുന്ന ഈ ഹോർമോൺസിന്റെ അളവിൽ ഉള്ള കുറവാണ് ഹൈപ്പോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് രണ്ടിനും 2 ഗ്രൂപ്പ് ഓഫ് ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ വെയിറ്റ് ഒക്കെ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഷെയ്ക്കിങ്, വിറച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. ചെറിയൊരു ചൂടിൽ തന്നെ, അതായത് ഇപ്പൊ നല്ലൊരു ഫാനിന്റെ അടിയിൽ തന്നെയാണ് ഇരിക്കുന്നത് എങ്കിലും പെട്ടെന്ന് വേർത്ത് കൈവെള്ളയൊക്കെ നന്നായിട്ട് വേർപ്പ് ഇങ്ങനെ വരുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി ഹൈപ്പോ ആയിട്ടുണ്ടെങ്കിലാണ് ആൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരിക്കും, ഡ്രൈ ആയിട്ടുള്ള മുടിയായിരിക്കും. അതുപോലെ തന്നെ ചെറിയൊരു കാറ്റ് വീശുമ്പോഴത്തേക്കും ആള് ഭയങ്കരത്തിൽ ഷിവറിങ്, ഇങ്ങനെ വിറക്കാനായിട്ട് തുടങ്ങുന്നത്, ജോയിന്റ്സിലെ വേദന, മസിൽസിലെ വേദനയൊക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ കാണുന്നത്. അത് നമ്മൾ ഇതിന്റെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും T3, T4 ഒക്കെ അളവ് എപ്രകാരമാണ് എന്ന് എഴുതാം. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭയങ്കരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പൊ സ്ത്രീകളിൽ ഞാൻ പറഞ്ഞു പീരിയഡ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാകും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിനെയൊക്കെ ആ ഒരു തൈറോയിഡ് ഗ്രന്ഥിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ഇത്രയും കർമ്മങ്ങൾ ചെയ്യുന്ന തൈറോയിഡ് ഗ്രന്ഥിന്റെ സംരക്ഷണത്തിന് വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ് ആണ് തൈ ഹെൽത്ത് ലിക്വിഡ്. അപ്പം ഇതില് എന്തൊക്കെയാണ് ചേർന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് അക്ഷോള, അതുപോലെ തന്നെ മുരിങ്ങ എന്ന് പറഞ്ഞിട്ടുള്ളത്.
രണ്ടും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. മുരിങ്ങയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ആണ് ഉള്ളത്. അപ്പൊ അവിടെ ഫ്രീ റാഡിക്കൽസ് കാരണം ഉണ്ടാകുന്ന ദോഷങ്ങളെ നീക്കം ചെയ്യാനായിട്ട് ആന്റി ഓക്സിഡന്റ് സപ്ലിമെന്റ് വേണം. അപ്പൊ എന്താണ് ഈ പ്രൊഡക്റ്റില് മുരിങ്ങയില് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ചേർന്നിട്ടുള്ളതാണ് മന്ദാരം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആയുർവേദത്തിലെ തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന എല്ലാ മരുന്നിലെയും ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സസ്യം എന്ന് പറയുന്നതാണ് നമ്മളുടെ മന്ദാരം എന്ന് പറയുന്നത്. ആ മന്ദാരം ഇതില് ചേർന്നിട്ടുണ്ട്. പിന്നീട് ത്രികടു ചേർന്നിട്ടുണ്ട്. അതായത് അഗ്നി ഒരു ബ്രെയിനാണ് ഓവറോൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ തൈറോയിഡ് ഗ്രന്ഥിനെ കൺട്രോൾ ചെയ്യാനായിട്ട് TSH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോണിന്റെ റിലീസ് ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിൻ ആണ്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ T3ന്റെ അളവില് കുറവാണ്. T3 T4 തൈറോയിഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന T3 T4ന്റെ അളവ് കുറവാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ എന്ത് പോകും? സിഗ്നൽ പോകും. അപ്പൊ TSH എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണിന്റെ ഉത്പാദനം പോകും. അപ്പൊ TSH എന്ന് പറഞ്ഞാൽ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. ഈ പറഞ്ഞ ഹോർമോൺസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. ഇനി T3 T4ന്റെ അളവില് വളരെയധികം കൂടുതലാണ് എങ്കിൽ ബ്രെയിനിൽ സിഗ്നൽ പോകും. TSHന്റെ അളവ് കുറയ്ക്കുക. കാരണം അവിടെ സിഗ്നൽ ചെയ്യേണ്ട ആവശ്യമില്ല ഗ്രന്ഥിനെ. തൈറോയിഡ് ഗ്രന്ഥി ഓൾറെഡി അളവിന് അധികമായിട്ടാണ് T3 T4 ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇനി TSHന്റെ അളവിൽ കുറയ്ക്കണം എന്ന് പറയുന്നത് ബ്രെയിനാണ്. അപ്പൊ ആ ബ്രെയിനിന് നമ്മൾ സംരക്ഷിക്കണ്ടേ? ആ ബ്രെയിനിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണ്ടേ? അതിനായിട്ടാണ് നമ്മളുടെ ഇതില് മണ്ടൂകപർണി ഇതിൽ ചേർന്നിട്ടുള്ളത്. ബ്രെയിനില് വളരെയധികം ആക്ഷന് കർമ്മമുള്ളതായിട്ടുള്ള ഒരു സസ്യമാണ് മണ്ടൂകപർണി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മണ്ടൂകപർണി നമ്മളുടെ ഈ ഒരു തൈ ഹെൽത്ത് ലിക്വിഡില് ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ലിക്വിഡ് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് 2 ടീസ്പൂൺ 10 ml 5 മുതൽ 10 ml നമുക്ക് ആൾക്കാർക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ഇപ്പം ഈ തൈറോയിഡിന്റെയും ഒക്കെ കാര്യം, തൈറോയിഡ്, ശ്വാസതടസ്സം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളിപ്പോ ഒരാഴ്ച മരുന്ന് കഴിച്ചാല് അത് നോർമലിലേക്ക് വരില്ല. ആ ആൾക്ക് 3 മാസം 6 മാസ കാലത്തേക്ക് കൃത്യമായിട്ട് നമ്മൾ ആ മരുന്ന് കഴിച്ചാൽ മാത്രമേ ആളെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തൈ ഹെൽത്ത് പോലുള്ളതൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും 3 മാസം തുടർച്ചയായിട്ട് നിങ്ങൾ അവരോട് നിർദ്ദേശിക്കേണ്ടതാണ്. അതും അതിന്റെ ആദ്യത്തെ സ്റ്റേജിലാണ്. ഒരുപാട് തൈറോയിഡ് നമ്മളുടെ T3 T4 ഒക്കെ ഒരുപാട് അളവിൽ കൂടുതൽ അല്ലെങ്കിൽ അളവിൽ കുറവ് ഇരിക്കുന്ന സമയത്ത് അതാത് ഡോക്ടറിനെ കാണിച്ചിട്ട് അവരോട് മരുന്ന് എടുക്കാൻ പറയുന്നതിന്റെ കൂടെ നമ്മൾക്ക് നമ്മളുടെ തൈ ഹെൽത്ത് ലിക്വിഡ് നിർദ്ദേശിക്കാവുന്നതാണ്. ഓക്കെ, അല്ലാതെ ഇപ്പൊ തൈറോയിഡിന്റെ പ്രവർത്തനമൊക്കെ കൃത്യമായിട്ടാണ് ഉള്ള ഒരാൾക്ക് തൈ ഹെൽത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. കാരണം ഓരോന്നും ഞാൻ പറഞ്ഞല്ലേ, തൈറോയിഡ് ഞാൻ ബെൽഹാർട്ട് പറഞ്ഞപ്പം പറഞ്ഞു അല്ലേ, നമുക്ക് ഒരു കോഴ്സ് തൈ ഹെൽത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. തൈ ഹെൽത്ത് ലിക്വിഡ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് 5 ml 1 ടീസ്പൂണ് ആണ് അവരോട് നിർദ്ദേശിക്കാൻ നമുക്ക് പറയുന്നത്. ഓക്കെ.